മാത്യു കുഴൽനാടനും മുഹമ്മദ് ഷിയാസും ഇപ്പോൾ കോടതിയിൽ ഹാജരാകാൻ പോവുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. കോതമംഗലത്തെ കാട്ടാനയുടെ ആക്രമണത്തിൽ നടപടി ആവശ്യപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിഷേധം ശക്തമാവുകയാണ്. ഇന്നലെ മൃതദേഹം ബലമായി കൊണ്ടുപോയി പ്രതിഷേധം നടത്തിയതിനാണ് മാത്യു കുഴൽനാടനും മുഹമ്മദ് ഷിയാസിനുമെതിരെയും കേസെടുത്തത്. ഇടക്കാല ജാമ്യം ലഭിച്ചിരുന്നു. ഇപ്പോൾ മാത്യു കുഴൽനാടൻ MLAയും മുഹമ്മദ് ഷിയാസും കോടതിയിൽ ഹാജരാകാൻ എത്തിയിരിക്കുന്നു. കോതമംഗലം മജിസ്ട്രേറ്റ് കോടതിയിലാണ് വീണ്ടും ഇന്ന് കേസ് പരിഗണിക്കുന്നത്. പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളും പോലീസ് വാഹനം നശിപ്പിച്ചതിന്റെ വിവരങ്ങളും കണക്കുമൊക്കെ പോലീസ് ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഇപ്പോൾ നേതാക്കൾ കോടതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. വലിയ പ്രതിഷേധവും നാടകീയ സംഭവങ്ങളുമാണ് ഇന്നലെ കോതമംഗലത്തുണ്ടായത്. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ഷിയാസിനും മാത്യു കുഴൽനാടനുമെതിരെ കേസെടുത്തിരുന്നു. ഇവരെ ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്തിരുന്നു. ഇടക്കാല ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും കോടതിയിലേക്ക് ഹാജരാകാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ്. കോതമംഗലം മജിസ്ട്രേറ്റ് കോടതിയാണ് ഇന്ന് വീണ്ടും കേസ് പരിഗണിക്കുന്നത്. പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളടക്കം ഒപ്പം പോലീസ് വാഹനം നശിപ്പിച്ച വിവരങ്ങളൊക്കെ പോലീസ് ഇന്ന് കോടതിയെ ബോധ്യപ്പെടുത്തും. നാശനഷ്ടങ്ങളുടെ കണക്കും പോലീസ് കോടതിയിൽ ഹാജരാക്കും. പോരാട്ടം അവസാനിപ്പിക്കില്ല എന്നാണ് ഇന്ന് കോൺഗ്രസ് നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. SS ശരൺ വിവരങ്ങൾ നൽകാൻ സമരപന്തലിൽ നിന്ന് ചേരുന്നുണ്ട്. ശരൺ, നേതാക്കൾ ഇപ്പോൾ കോടതിയിലേക്ക് ഹാജരാകാനായി പോയി കഴിഞ്ഞു. സമരപന്തലിൽ മറ്റ് നേതാക്കൾ ആരൊക്കെയുണ്ട്? ശക്തമായ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ? മാത്യു കുഴൽനാടൻ MLAയും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും അല്പസമയം മുമ്പാണ് ഇവിടെ ഈ സമരപന്തലിൽ നിന്ന് കോടതിയിലേക്ക് പോയത്. കോടതിയിൽ അവർ എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ കേസ് പരിഗണിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷത്തേക്ക് ശരൺ തുടരൂ. ഷംന അശോകിലേക്ക് പോവുകയാണ്. കോടതിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ ഷംനയാണ് ചേരുന്നത്. ഷംന, രണ്ട് നേതാക്കളും ഇപ്പോൾ കോടതിയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. കേസ് എപ്പോഴാണ് കോടതി പരിഗണിക്കുക? ഒപ്പം പോലീസ് എന്തെല്ലാം കാര്യങ്ങൾ കോടതിയെ അറിയിക്കും? ഇതിൽ പോലീസിന്റെ റിപ്പോർട്ട് കൂടി വരേണ്ടതുണ്ട്. പോലീസിന്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമായിരിക്കും കേസ് പരിഗണിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കേസായി പ്രോസിക്യൂഷൻ കാണുന്ന ഒരു കേസാണ്. അതുകൊണ്ട് ഈ കേസിൽ ശക്തമായ തെളിവുകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കും. പ്രത്യേകിച്ച് ഇന്നലെ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളും ഈ ബസ് ഉൾപ്പെടെ തല്ലി തകർക്കുന്നതിന്റെ ദൃശ്യങ്ങളും പോലീസ് കോടതിയിൽ ഹാജരാക്കും. ഒപ്പം അതിന് നഷ്ടം കൂടി കണക്കാക്കേണ്ടതുണ്ട്. അത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ആണ് അതിന്റെ നഷ്ടം കണക്കാക്കുക. അവരുടെ റിപ്പോർട്ട് കൂടി ലഭിച്ചതിന് ശേഷം ഈ റിപ്പോർട്ട് ഉൾപ്പെടെ കോടതിയിൽ സമർപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പ്രധാനപ്പെട്ട ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ പ്രധാനപ്പെട്ട 3 വകുപ്പുകൾ ഈ ആശുപത്രി സംരക്ഷണ നിയമം, മൃതദേഹത്തോട് അനാദരവ് കാണിക്കൽ, ഒപ്പം പൊതുമുതൽ നശിപ്പിക്കുന്നതോടൊപ്പം അത്തരം വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വിശദമായൊരു വാദം കേൾക്കണമെന്ന് പ്രോസിക്യൂഷൻ ഇന്ന് ആവശ്യപ്പെടും. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ കേസിൽ തുടർ നടപടികൾ ഉണ്ടാവുക. ജാമ്യാപേക്ഷ ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കാൻ വേണ്ടി മാറ്റിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് മുൻപ് പോലീസിന്റെ ഉൾപ്പെടെയുള്ള റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കും.